ചങ്ങായിമാരെ, ഞങ്ങളെ നാട്ടിലെ അതിമനോഹരമായിട്ടുള്ള നബിദിനാഘോഷ റാലിയിലേക്കാട്ടോ നിങ്ങളൊന്ന് കൊണ്ടുപോകും. രാവിലെ ഒരു 7 മണിക്കരെ മദ്രസ പ്രസിഡന്റ് റാഷിദ് ഫൈസി ഇതൊക്കെ പതാക കണ്ടു. പിന്നെ നമ്മളെ പള്ളിക്കലെ ഹത്തീബ് ഉസ്താദ് നൗഷാദ് ബാക്കി ഉസ്താദിന്റെ പ്രാർത്ഥനയോട് കൂടി നബിദിനാഘോഷ റാലിക്ക് അവിടെ തുറക്കം കുറിക്കും. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ശുക്രിയ ഹോൾഡേഴ്സിന്റെ അടിപൊളി 2 വണ്ടിയായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ദഫ് പ്രദർശനം കാഴ്ചവെച്ച് നമ്മുടെ റാലി അങ്ങോട്ട് തുടങ്ങും. വഴിയിൽ റാലിയെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇതാ ഈ വണ്ടിയിലെ നമ്മളെ ഹൈസുമോൻ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഓനും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പാനെ മടി കുത്തർക്കണൊക്കെയാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമുക്ക് സ്വീകരണങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് മാത്രമല്ല ഓരോ വീട്ടിലെത്തൊക്കെ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ ഇതൊക്കെ ഇങ്ങനെ കളിക്കണുണ്ട്. അങ്ങനെ നമ്മളെ റാലി ഇതാ കാക്കത്തറ അങ്ങാടിക്ക് മെയിൻ റോഡിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇങ്ങക്കറിയാലോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ എത്ര നേരം ഉണ്ടായിരുന്നു എന്നല്ലേ? രാവിലെ വരെ ഉണ്ടായിരുന്നു. നമ്മളെ റാലിക്ക് മനോഹരമായിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുക. ഉച്ചക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ രാവിലെ തന്നെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടോ. ഈ പൊതിയാക്കാൻ ഇതാ ഇവിടെ വളണ്ടിയേഴ്സും റെഡിയാണ്. ഇന്ന് പുലർച്ചെ 3-3:30 ആയപ്പോ തന്നെ നമ്മൾ പള്ളിക്കല് മൗലൂദ് ആരംഭിച്ചു. നല്ല മഴയാണെങ്കിലും പള്ളിക്കല് ആൾക്കാർ കുറവില്ല കേട്ടോ. നല്ല ആളുകളുണ്ട്. മൗലൂദും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും പള്ളിക്കന്ന് വീട്ടിലേക്ക് പോയത്. അപ്പൊ നമ്മളെ റാലി മനോഹരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വണ്ടിയിലുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ. നിങ്ങളെ നാട്ടിലൊക്കെ എന്നാണ് നബിദിനാഘോഷ റാലി ഉള്ളത്? നമ്മളെ നാട്ടിൽ ഇന്നാട്ടോ. പല സ്ഥലത്തും നാളെ മറ്റന്നാളൊക്കെ ഞങ്ങളെ റാലി പാലത്തമ്മ കൂടെ കുഗ്രാമങ്ങളുള്ള റാലിയാണ്. അതാ പാലൊക്കെ കടന്ന് പോകണം. എന്താ മനോഹരല്ലേ കാണാന്, അടിപൊളി. നമ്മളെ വളണ്ടിയർമാരൊക്കെ സജീവമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു വേസ്റ്റ് പോലും നിലത്ത് വീഴാതെ നോക്കുന്ന നമ്മളെ സജീവ പ്രവർത്തകരുണ്ടായിരുന്നു. നമ്മൾ മിഠായികളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. കവറൊക്കെ നിറച്ചു വെക്കുന്ന മിഠായികളാണ്. അങ്ങനെ നമ്മുടെ റാലി തെക്കണം ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റുവായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ടുമാലകളൊക്കെ ഒരുപാടുണ്ട്. കുട്ടികൾ ഫ്ലവർ ഷോ കളിക്കുന്നുണ്ട്, സ്കൗട്ട് കളിക്കുന്നുണ്ട്, ദഫ് കളിക്കുന്നുണ്ട്. നമ്മളെ റാഷ് ബസിന്റെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ടുള്ള തേനും കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. ജുനൈദ് ലഡു ആയിട്ട് തന്നെ അങ്ങനെ ലഡു ആയിട്ടും കേക്ക് ആയിട്ടും പലതരം മിഠായികളായിട്ടും ഇതൊക്കെ കുട്ടികളെ കവറൊക്കെ നിറഞ്ഞു. നിങ്ങളെ നാട്ടിലൊക്കെ നബിദിന റാലിക്ക് എങ്ങനെയാണ് സ്വീകരണം? അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ നാട്ടില് സ്വീകരണം അടിപൊളിയായിരുന്നു. ഇതാ പള്ളിക്കൽ ഉസ്താദിന്റെ കൈക്കിലൊക്കെ 2 കവറാണ്, 1 അല്ല 2 നമ്മളെ ഉപയോഗിച്ച മിഠായി കൊടുക്കണം, ഇങ്ങേപ്പുറത്തേക്ക് ഡ്രിങ്ക്സ് കൊടുക്കണം. അടിപൊളിയായിട്ട് പരിപാടി. ഓസ്കാർ ക്ലബും പൂതംകുറ്റി ചാലഞ്ചേഴ്സ് ക്ലബ്ബൊക്കെ നമുക്ക് വമ്പം സ്വീകരണമായിട്ടോ ഒരുക്കിയത്. അങ്ങനെ ഏകദേശം നമ്മളെ റാലി ഇതാ മദ്രസയിൽ എത്താനായിട്ടോ. ഇതാണ് നമ്മളെ സദർ ഉസ്താദ്. ഇത് കിളിനക്കോടിലെ സിദ്ദീഖ് ദാരിമി ഉസ്താദ്. ഇപ്രാവശ്യം നമ്മളെ മദ്രസയിലെ ദഫ് പഠിപ്പിച്ചത് നമ്മളെ അംജദാട്ടോ, മാസ്റ്റർ അംജദ്. നമ്മളെ കാരണമല്ലേ ഈ കവർ അരച്ചു കൊണ്ടുവരുന്നത് വേറെ ഒന്നല്ല കേട്ടോ. ദഫിന്റെ സ്കൗട്ടിന്റെ ഫ്ലവേഴ്സിന്റെ കുട്ടിയൊക്കെ കിട്ടിയ മുട്ടായികളാണ്. അവർക്ക് ഇനി വിതരണം ചെയ്യണം. അങ്ങനെ എല്ലാവരും മദ്രസയിലെത്തി. മദ്രസയിലെ മൗലൂദാണ് തുടങ്ങി. മൗലൂദാണ് കഴിഞ്ഞ പാടെ തന്നെ അന്നദാനാണ് കൊടുത്തിട്ട് ഫസ്റ്റ് കുട്ടിയെ കൊടുത്ത് പിന്നെ എല്ലാവർക്കും കൊടുത്തു. അപ്പൊ നമ്മുടെ നാട്ടിലെ നബിദിനാഘോഷ റാലി എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? ലൈക്കും കമന്റും ചെയ്താൽ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കൊടുക്കോളി.